2022 6 കോടി ലാഭം ഉണ്ടെന്ന് പറഞ്ഞിരുന്ന കമ്പനി 2023 ആയപ്പോൾ 56 കോടിയിലേക്ക് മാറി. 56 കോടിയിലേക്ക്. ഞാൻ പറയുന്നത് ഇതിനു മുമ്പ് കമ്പനിയുടെ ആ മെമ്മോറാണ്ടത്തിലെ കൺസേൺ നിങ്ങൾ കണ്ടില്ലേ? കമ്പനിക്ക് എന്താ CMRL എന്താണ് ആവശ്യം കണ്ടില്ലേ? ഇവിടെ ഇൽമിനേറ്റ് അവൈലബിൾ അല്ലാത്തപ്പോൾ മൊസാംബിക്കിൽ നിന്നും ജപ്പാനിൽ നിന്നും UAE നിന്നും അതുപോലെ തന്നെ ചൈനയിൽ നിന്നും ഇൽമിനേറ്റ് ഇമ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്തിരുന്ന കമ്പനിക്ക് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇത് അവൈലബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും ഖനനമല്ലാത്ത നിരക്കിൽ കേവലം മണ്ണ് നീക്കം ചെയ്യൽ എന്ന പേരിൽ ഇത്രമാത്രം ലക്ഷക്കണക്കിന് ടൺ മണ്ണ്. ഇനി കേരളത്തിലെ സാധാരണ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു കണക്ക് ഞാൻ പറയാം. കേരളത്തിലെ ഏറ്റവും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഒരു കണക്ക്. ഞാനിപ്പോൾ ഇവിടെ റേറ്റൊക്കെ വായിച്ചത് നിങ്ങൾക്കൊന്ന് ഊഹിക്കാവോ? ഒരു ലോഡ് കരിമണൽ അവിടെ നിന്ന് പോയതിന് എത്ര രൂപ കൊടുത്തിട്ടുണ്ടാവും? നമ്മൾ സാധാരണ ഒരു ടിപ്പർ ലോറിയിൽ നിങ്ങൾ കണക്ക് കൂട്ടുക. ടിപ്പർ ലോറിയിൽ ഒരു ലോഡ് കരിമണൽ കൊണ്ടുപോയതിന് എത്ര രൂപയാണ് നൽകിയിട്ടുള്ളതെന്ന് അറിയാം. അതായത് ഒരു ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത് 2 ടൺ 2.5 ടൺ വരും. ശരിക്കും ഈ സാൻഡ് ആവുമ്പോൾ വെള്ളത്തിൻ്റെ ഇതുള്ളത് ഇനിയിപ്പോൾ ഏറ്റവും കുറഞ്ഞ എസ്റ്റിമേറ്റ് എടുത്താൽ 2 ടണ്ണാണ്. അപ്പം ഏകദേശം ആ 2.5 ക്യൂബിക് മീറ്റർ ഉണ്ടെങ്കിൽ ഒരു ടിപ്പർ നിറച്ച് മണ്ണ് കയറിയെന്ന് നിങ്ങൾ കണക്കൂട്ടും. 2.5 ക്യൂബിക് മീറ്റർ ഉണ്ടെങ്കിൽ 2.5 ക്യൂബിക് മീറ്റർ എത്ര രൂപയായി? 464 232 ഒന്ന് കൂട്ടി ഒന്ന് പറയാം എത്രയായിരുന്നു? 464 ഗുണം 2 പ്ലസ് 232 ഒന്ന് പറഞ്ഞ എത്രയുണ്ട്? സമ്മതിക്കാൻ ചെല്ലിനു. നിങ്ങളെല്ലാവരും മാക്സിമം എത്ര വീക്കാണ്. ഞാൻ വേറെ ഒന്നും കൂടെ പറയുന്നതല്ല, നിങ്ങളെ കൊണ്ട് തന്നെ കൂട്ടിക്കാൻ വേണ്ടിയാണ്. 1200 രൂപ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ മണ്ണടിക്കണ എത്ര രൂപ? നിങ്ങളൊക്കെ ചെയ്യുന്നവരാണല്ലോ. നാട്ടിൽ ഒരു ടിപ്പറിൽ മണ്ണടിക്കണ നിങ്ങൾ എത്ര രൂപ കൊടുക്കണം? 4000-5000 രൂപ കൊടുക്കണ്ടേ? വേണ്ടേ? അതാണ് ഈ 1200 രൂപ താഴെ ഈ കരിമണൽ ഒരു ടിപ്പർ മണ്ണ് പോകുമ്പോൾ. ഇനി രണ്ടാമത് കണക്കാൻ പറയും. അവിടെ ഈ സാധാരണ ആളുകൾ ചിലർ ചാക്കിൽ കെട്ടി മണ്ണ് വിൽക്കുന്നുണ്ട്. ചാക്കിൽ കെട്ടി നിയമവിരുദ്ധമായിട്ട് അവർ ഈ കുട്ടിച്ചാക്കിൽ മണ്ണ് വയ്ക്കും. രാത്രി വന്ന് ആ മണൽ മേടിച്ചുകൊണ്ട് വരാറുണ്ട്. ആ കുട്ടിച്ചാക്കിൽ വരുന്ന 35 കിലോയ്ക്ക് 200 രൂപ, 40 കിലോ വരെ ഒന്ന് കൂട്ടിക്കോ, 200 രൂപയ്ക്കാണ് ബ്ലാക്കിൽ എടുത്തുകൊണ്ട് പോകുന്നത്. എത്ര രൂപയുടെ ഡിഫറൻസ് ഉണ്ടെന്ന് നിങ്ങൾ കണക്ക് കൂട്ടും. ലക്ഷക്കണക്കിന് ടൺ മണ്ണാണ് തോട്ടപ്പള്ളിയിൽ നീക്കം ചെയ്യുന്നത്. ഈ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി, ഇവിടെ പെൻഷൻ കൊടുക്കാൻ പൈസയില്ല, സപ്ലൈകോയിൽ സബ്സിഡി കൊടുക്കാൻ പൈസയില്ല, കാരുണ്യ പദ്ധതിക്ക് കൊടുക്കാൻ പൈസയില്ല എന്ന് പറയുന്ന സർക്കാർ ഈ ഇടപാടിൽ ഈ സംസ്ഥാനത്തിന് നഷ്ടമാക്കിയത് കോടാനുകോടി, തൗസൻഡ്സ് ഓഫ് ക്രോർസ് ഓഫ് റുപ്പീസ്. ഞാൻ ഇതുവരെ എത്ര ടൺ മണ്ണ് നീക്കം ചെയ്തു എന്ന് ഔദ്യോഗികമായി ചോദിച്ചിട്ട് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അനൗദ്യോഗികമായി അവിടെയുള്ള കരിമണൽ കമ്പനി അല്ലെങ്കിൽ ഈ കരിമണൽ നീക്കം ചെയ്യുന്നതിന് സമരം ചെയ്യുന്നവർ പറയുന്നത് 50 ലക്ഷം മെട്രിക് ടണ്ണിലേറെ മണ്ണ് അവിടെ നീക്കം ചെയ്യുന്നതാണ്. യു ക്യാൻ ഡു യുവർ കാൽക്കുലേഷൻ, യു ജസ്റ്റ് കാൽക്കുലേറ്റ് ഇറ്റ്. സ്വാഭാവികമായിട്ടും അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ദ വോളിയം ഓഫ് മണി വി ലോസ്റ്റ്, അല്ലെങ്കിൽ സംസ്ഥാനത്തിന് നഷ്ടമായ ആ തുകയുടെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. കരിമണൽ അഴിമതിയുടെ പാർട്ട് 2 ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു. അത് കഴിഞ്ഞിട്ട് നടന്നത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് തോട്ടപ്പള്ളിയിലെ മണൽ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ നിർദ്ദേശിച്ചു. അതിന് പിന്നാലെ ആലപ്പുഴയിൽ ആ തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ ആലപ്പുഴ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ കളക്ടർ നടപടി സ്വീകരിച്ചു. അതിനുവേണ്ടി എത്ര രൂപയ്ക്ക് ഈ മണ്ണ് കൊടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ചർച്ചയുണ്ടായി. ഈ മണ്ണിന്റെ വില നിശ്ചയിക്കാൻ ഇതിലെ ധാതുമലിനങ്ങളുടെ കണ്ടൻസ് എന്തുമാത്രമുണ്ട് എന്ന് പറയാൻ മൈനിങ് ആൻഡ് ജിയോളജിയോടും NCSSനോടും പറഞ്ഞു. അവരുടെ മറുപടി ലഭിച്ചില്ല എന്ന കാരണം കൊണ്ട് 464 രൂപ
ക്യൂബിക് മീറ്ററിന് വില തീരുമാനിച്ച് തോട്ടപ്പള്ളിയിൽ നിന്നും കരിമണൽ നീക്കം ചെയ്യാൻ തുടങ്ങി. ഈ മണ്ണിൻ്റെ ബെനിഫിറ്റ് ആർക്ക് കിട്ടി എന്നുള്ളത് KMML-ഉം IRE-യും എത്ര ലോഡ് ഇലിമിനേറ്റ് CMRL കൊടുത്തു നോക്കിയാൽ മതി. ദാറ്റ് ഈസ് റിഫ്ലക്റ്റിംഗ് ഓൺ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് CMRL. ഇതിനേക്കാളും ക്ലിയർ ആയിട്ട്, ഇതിനേക്കാളും ക്ലാരിറ്റിയോടുകൂടി, ഇതിനേക്കാളും എവിഡൻഷ്യറി ആയിട്ട്, ഞാനൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അല്ല, ഞാനൊരു വിജിലൻസോ, ഞാനൊരു പോലീസോ, അല്ലെങ്കിൽ ഞാനൊരു അതുപോലുള്ള ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ അല്ല. ഇതിൽ കൂടുതൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് ഈ അഴിമതി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ഐ ആം ടെല്ലിങ് യു, സംസ്ഥാനത്തിൻ്റെ എല്ലാ താല്പര്യങ്ങളും ഹരിച്ച് ഒരു കുട്ടനാടിലെ ജനങ്ങളുടെ പേര് പറഞ്ഞ് നടത്തിയ കൊള്ള എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ എക്സാലോജിക്കിന് കൊടുത്ത പൈസ പോട്ടെ, അതിനകത്ത് മറ്റൊരു റെഫറൻസ് ഉണ്ട്. 135 കോടി രൂപ രാഷ്ട്രീയക്കാർക്ക് കൊടുത്തു എന്ന് പറയുന്നു. മേജർ ചങ്ക് പിണറായി വിജയനാണ് കൊടുത്തിരിക്കുന്നതെന്നും ഇതുണ്ട്. ഐ മീൻ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ഇനി ഈ ചിത്രം കൂട്ടി വായിക്കാവുന്നേ. എങ്ങനെയാണ് പിണറായി വിജയൻ എന്ന പേര് 135 കോടി എഴുതിയതിൻ്റെ താഴെ പിണറായി വിജയൻ എഴുതിയതെന്നും അതിനുവേണ്ടി എന്ത് സേവനമാണ് ആ കമ്പനിക്ക് നൽകിയത് എന്നും ഇതിനേക്കാളും ക്ലാരിറ്റിയോടുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇനി ഇതുകൊണ്ടുണ്ടായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ വി വിൽ ഡിസ്കസ് ലേറ്റർ. താങ്ക് യു.